നമസ്കാരം. മോഹൻലാലിനെയും ഇന്ത്യൻ സൈന്യത്തെയും അപമാനിച്ചതിന് ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ അദ്ദേഹം ജയിലിലായ വാർത്ത ഇന്ന് പലരും കണ്ടു കാണും. എന്തുകൊണ്ടാണ് ഇതുപോലത്തുള്ള ആൾക്കാർക്ക് ജയിൽ കൊടുക്കേണ്ടത്? ചെകുത്താൻ എൻ്റെ പരിപാടിയിലടക്കം, അതായത് ഞാൻ ബിഹൈൻഡ് വുഡ്സിൽ ചെയ്ത പരിപാടിക്കടക്കം ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയുടെ ചില വീഡിയോസ് നല്ലതുമാണ്, ഇല്ലെന്നല്ല. പക്ഷേ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരെ, മാന്യതയുള്ളവരെ, ഇന്ത്യൻ ആർമിയെ, മോഹൻലാലിനെ ഏറ്റവും അധിക്ഷേപകരമായി പറഞ്ഞാൽ റീച്ച് കൂടും എന്ന് വിചാരിച്ച് പറയുന്ന ഇതുപോലത്തുള്ള ആൾക്കാരോട് യാതൊരു വിധത്തിൽ ക്ഷമ കാണിക്കരുത്. ഇവൻ ചില വാക്കുകൾ മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്താണല്ലോ ഇത് ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ, ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണോ ഉളുപ്പില്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത, തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള പോലും പറ്റില്ല, എന്റെ പട്ടി പോലും പോവില്ല, മാവച്ചു തുടങ്ങുന്ന മലയാളത്തിലെ ചീത്ത അടക്കമുള്ള പല കാര്യങ്ങൾ പറഞ്ഞ് ഈ അജു അലക്സ് മോഹൻലാലിനെ അധിക്ഷേപിച്ചതിന് നടൻ സിദ്ദിഖ് പോലീസിൽ പരാതി കൊടുത്തു. നടൻ സിദ്ദിഖ് പരാതി കൊടുത്തിട്ട്, അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ശ്രീ സിദ്ദിഖ്, തിരുവല്ല പോലീസിന്റെ നടപടിയാണ് ഇപ്പം ജയിലിലായിട്ടുള്ളത്. ഇതേപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചീത്ത പറയുന്നവനെ, അസഭ്യം പറയുന്നവനെ, വൃത്തികെടുന്നവനെ പിടിച്ച് 2 ദിവസം ജയിലിലിട്ടാൽ ഈ ചൊറി അങ്ങ് മാറി കിട്ടും. ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സമൂഹത്തെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അടിയുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പറയും, അതിനൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ എന്താ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും അസഭ്യമായ ഭാഷയിൽ ആ വയനാട് ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രൂരമാണ്, മനുഷ്യത്വമില്ലായ്മയാണ്. അവിടെയാണ് ഏറ്റവും നന്നായി അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖ് ഈ നടപടിയെടുത്തത്. പലപ്പോഴും ഈ യൂട്യൂബർമാരുടെയും പറ്റും ധാരണ, താങ്കൾ ഇങ്ങനെ ചീത്ത വിളിച്ച എല്ലാവരും അങ്ങ് കേട്ടുകൊണ്ടിരിക്കും, ആരും നമ്മളെ തിരിച്ചൊന്നും പറയില്ലെന്നുള്ളതാണ്. ഇത് ഈ കമന്റ് ചെയ്യുന്നവർക്കും ബാധകമാണ്. ഏറ്റവും മോശമായ രീതിയിൽ ഫേക്ക് ID എന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതൊക്കെ ബാധകമാണ്. അപ്പൊ അവര് വന്നിട്ട് ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും അവരുടെ അമ്മയ്ക്കും ഭാര്യയ്ക്കും അച്ഛനും ചേട്ടനും മോനും മോൾക്കും എല്ലാം വിളിക്കാൻ അവർക്ക് ധൈര്യം കിട്ടുന്നത് ഒരാക്ഷനും ഇവർക്കെതിരെ ഉണ്ടാകില്ല എന്ന തെറ്റിദ്ധാരണയിലാണ്. കുറച്ചു പേർക്കെതിരെ ഇങ്ങനെ ശക്തമായ നടപടികൾ ഉണ്ടാകുമ്പോൾ, മോശം പരാമർശം ഒന്നും പറഞ്ഞാൽ പോരാ, നിങ്ങൾ ആ പരാമർശങ്ങൾ എന്താണെന്ന് കേൾക്കണം. അത് കേൾക്കുമ്പോൾ മാത്രമാണ് ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത 192, 296B, KP ആക്ട് 2011 120 വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ദയയും ഇത്തരത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ യൂട്യൂബിനെ മിസ്യൂസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവർ അർഹിക്കുന്നില്ല. അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ ഇങ്ങനെ വിദ്വേഷം വരുത്തുന്ന ആൾക്കാർക്ക്, ആർമിക്കെതിരെ സംസാരിക്കുന്നവർക്ക്, സ്റ്റേറ്റിനെതിരെ സംസാരിക്കുന്നവർക്ക്, രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർക്ക്, ദുരിതാശ്വാസ പ്രവർത്തകർക്കെതിരെ സംസാരിക്കുന്നവർക്കൊക്കെ എതിരെ ആക്ഷൻ ഉണ്ടാകണം. അപ്പോൾ മോഹൻലാലിനെതിരെയുള്ള അധിക്ഷേപം മാത്രമല്ല, അത് ആർമിക്കെതിരെയുള്ള അധിക്ഷേപമാണ്. അധിക്ഷേപത്തിന്റെ തോത് വളരെ അധികമാണ്. ഇത് വിമർശനമൊന്നുമല്ല, വൃത്തികെട്ട ഭാഷയിൽ, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ, അസഭ്യമുള്ള ഭാഷയിൽ മോഹൻലാലിനെ പോലൊരാൾ അവിടെ ചെന്ന് 3 കോടി രൂപ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സംഭാവന ചെയ്യുമ്പോൾ ഈ പറഞ്ഞതിന്റെ കാര്യമാണ്. ചെകുത്താന്റെ സ്വഭാവം കാണിച്ചാൽ അത് ജയിലിൽ പിടിച്ചിടുമെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ്. കേരള പോലീസിന് ഈ വിഷയത്തിൽ അഭിനന്ദനങ്ങൾ മാത്രമേ നൽകാനാകൂ. ഇത് അമിതാധികാര പ്രയോഗം ഒരിക്കലും ആവരുത്. കേരള പോലീസല്ല, ഏതൊരു പോലീസും വിമർശിച്ചതിന്റെ പേരിൽ ആരെയും അറസ്റ്റ് ചെയ്യരുത്. അത് തെറ്റ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ വിമർശനമല്ല അധിക്ഷേപം, വിമർശനമല്ല ആഭാസത്തരം. ഈ ആഭാസത്തരം പറയുന്ന ഒരാളെയും നിയമത്തിന്റെ കണ്ണിൽ നിന്ന് മാറ്റരുത്. അതിശക്തമായ നടപടികൾ വേണം. ഇതിനെതിരെ പൊതുസമൂഹം ഉണരണം. ഇനി അജു അലക്സ് നല്ല വീഡിയോകൾ ചെയ്യണം, അതിന് സംശയമൊന്നുമില്ല. ചെകുത്താൻ എന്ന് പറയുന്ന നല്ല വീഡിയോ ആണ്. എന്നെയൊക്കെ ട്രോൾ ചെയ്തിട്ടുണ്ട്, വളരെ രസകരമായി എനിക്ക് തോന്നി. കുറച്ചൊക്കെ ഓവറാണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖ വേണം. ആ ലക്ഷ്മണരേഖ കടന്നാൽ ഏത് ചെകുത്താനും ജയിലിനകത്ത് പോവും എന്ന് ഓർത്തിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ.